ഇന്ന് നമുക്ക് റെസിപ്പി ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു റെസിപ്പിയാണ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇതിന് ഭയങ്കര ടേസ്റ്റായില്ല എന്ന് പറയുകയല്ല കേട്ടോ. ഇത് നമ്മുടെ സൈഡിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചോറാന്നേലും ചപ്പാത്തി ആന്നേലും വെള്ളയപ്പം ആന്നേലും ഇതിൻ്റെ കൂടെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ഒന്നും വേണ്ട, കപ്പ വേവിച്ചതും ഇതും കൂടെ വെച്ചേച്ചാലും മതി. എന്നാ പറയാൻ, ഒരു ചായയും കൂടെ ഉണ്ട്, പിന്നെ നോക്കുക വേണ്ട, അങ്ങനത്തെ ഒരു ഡിഷാണ് ഇത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കറിയുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുക. ഇതിന് വേണ്ടിയ സാധനം വേറെ എങ്ങും എന്താ പറയുക പോയി മേടിച്ചുകൊണ്ട് വന്നേച്ചത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. ഇതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതെടുത്തേക്കുന്ന 1 കിലോ ബീഫാണ്. ഇനി നെക്സ്റ്റ് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, ഉപ്പ്, കടുക്, പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി. ഇത് ഒത്തിരി കുഞ്ഞായിട്ട് ആദ്യത്തെ അരിഞ്ഞേക്കുന്നത്, ഇത് രണ്ടാമത്തെ കീറി വെച്ചേക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്. ഇതെന്നാ ചെയ്യണമെന്നാൽ ചതച്ച കുരുമുളക് ഇടുന്ന കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതെല്ലാം പോയേച്ച് നമ്മൾ ലാസ്റ്റ് വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇടണം. ഇതും അല്ല, ഇച്ചിരി വറ്റൽമുളകും കൂടെ കടുക് വറുക്കാനായിട്ട് ഇടുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് വരുന്നത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം ഒന്ന് നമ്മുടെ ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയൊക്കെ ഉച്ചക്കത്തേക്കാണെങ്കിൽ രാവിലെ ചായ ഇടാൻ എണീക്കുമ്പോഴത്തേന് തന്നെ പുള്ളിക്കാരത്തി ഇതെല്ലാം ഉണ്ടല്ലോ പുരട്ടി വെക്കുവേ. പക്ഷെ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുന്നേ പുരട്ടാനൊക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഈ ഉള്ളി, ചെറിയ ഉള്ളി എത്ര ഇടണ്ടേന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൈപ്പിടി നിറച്ച് വേണേ, ഇല്ലേൽ അതിൻ്റെ ആ ടേസ്റ്റ് വരികയില്ല. പിന്നെ ചെറിയ ഉള്ളി പൊളിക്കാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെറിയ ഉള്ളിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പിന്നെ തീരെ അങ്ങ് വയ്യാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 സൈസ് മീഡിയം സവാളയില്ലേ അതെടുത്തേച്ചാൽ മതി. ചെറിയ ഉള്ളി ഇട്ടേച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച്, ടീസ്പൂൺ ആണെങ്കിൽ 4 ടീസ്പൂണ്. ഇത് ഇച്ചിരി കൂടി വലുതാണേ, അതുകൊണ്ട് ഞാനൊരു 2, 2.5, 3 അങ്ങനത്തെ കണക്ക്. ഇറച്ചിയെ നല്ലോണം പൊതിഞ്ഞിരിക്കണം അരപ്പ്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇതേപോലെ 4 ടീസ്പൂണാണ്. പെരിഞ്ചീരകം 1 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. ഈ സ്പൂണിന് കണക്കാണെങ്കിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ഇഞ്ചി ഈ പറഞ്ഞ പോലെ നിറച്ച് വേണം, വെളുത്തുള്ളിയും നിറച്ച് വേണം. ഇത് കുറച്ച് എന്നാ പറയുക ഹാർഡ് മീറ്റ്, അപ്പം നമ്മൾ ഇച്ചിരി ദഹനത്തിനൊക്കെ ആയിട്ട് ഇച്ചിരി ഇടുന്ന നല്ലതാണ്. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കഷ്ണം തന്നെ ഇട്ടു. വെളുത്തുള്ളി ഒരു കുടം, അതായത് ഒരു 3-4 അല്ലിയല്ലേ, വലുതാണെങ്കിൽ ഒരു 3-4 അല്ലി, ചെറുതാണെങ്കിൽ ഒരു കുടം നിറച്ച് അത് മുഴുവൻ അങ്ങ് അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ ചതച്ചിടുകയോ എന്നാന്ന് വെച്ചാൽ അതേപോലെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പ്, ഇതിനെ ഇനി നല്ല അസലായിട്ട് കുഴയ്ക്കും.
കുഞ്ഞു പാത്രത്തിലൊക്കെ വെച്ച് തീരുമാനമൊക്കെ പാടാന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിയൊരു മുഴുത്ത ഉരുളിയൊക്കെ എടുത്തേച്ച് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കണം. എന്നാന്ന് വെച്ചാൽ ആ മസാല കംപ്ലീറ്റ് എന്നാ പറയുക ഇറച്ചിയിൽ നല്ലോണം പിടിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കറിവേപ്പില ഇടാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവേ. അന്നേച്ച് കുറച്ചുകൂടെ ഒന്ന് തേച്ച് നല്ലോണം വെച്ചാൽ നമുക്കിപ്പോൾ സമയമില്ലല്ലോ, ഒത്തിരി നേരം വെക്കുവാന്നേലും ഇറച്ചിയിൽ നല്ലോണം പിടിക്കും. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുകയല്ലേ. അപ്പോൾ നമ്മളിപ്പം ലേറ്റസ്റ്റ് ജനറേഷൻ ഇപ്പോഴത്തെ യുഗത്തിലായതുകൊണ്ട് 20th സെഞ്ച്വറി ആയതുകൊണ്ട് നമ്മൾ ഈ അടുപ്പയിലോട്ട് പോവുകയല്ല. പക്ഷേ ഞാൻ കുക്കറിൽ തന്നെ വേവിക്കത്തുള്ളൂ. എന്നാലല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു വിസിൽ വരുന്നതിൻ്റെ അത്രയും മതി. അപ്പോൾ ഒരു വിസിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നോക്കൂ, നമ്മുടെ ആ ബീഫ് വേവിച്ചങ്ങ് എടുക്കുമ്പോഴത്തേന് ഞാനിത് കുക്കറിലായിട്ടതേ. അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്, കുക്കറിൽ നിന്ന് കുറച്ച് കൂടുതൽ വെള്ളം വരും. അപ്പോൾ ആ വെള്ളം അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അടുപ്പേ വെക്കുവാന്നേൽ ഇത്രയും വെള്ളം വരികയില്ല. അതിനെന്നാ വഴി എന്നാന്ന് വെച്ചാൽ നമ്മൾ പാൻ കത്തിച്ചേച്ച് വലിയ പാടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചേച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇറച്ചി ഇട്ടേച്ചാൽ മതി. കുക്കറിലിടുന്നതുകൊണ്ടുണ്ടല്ലോ ഇറച്ചി നല്ല അസലായിട്ട് വേവുവേ. വെന്ത് കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോകുന്ന കൂട്ടാവില്ല. സാധാരണഗതിയിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഇറച്ചിയൊക്കെ ആണെന്നല്ലോ കുറച്ച് വേവിൻ്റെ കുറച്ച് കുറവ് കാണും. പക്ഷേ അത് നമ്മൾ ഇവിടെ വേണ്ട. ഈ പറഞ്ഞ പോലെ നല്ലോണം വേവിച്ചോ. പിന്നെ അതുണ്ടല്ലോ ഞാൻ ആ ഫാറ്റെല്ലാം ഇട്ടപ്പോഴത്തേനും നല്ലോണം നമ്മളൊരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല. പക്ഷേ നല്ലോണം എണ്ണ ആ ഫാറ്റിൻ്റെ കൊഴുപ്പ് നിന്ന് വരുന്ന എണ്ണ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കുറച്ച് ഒഴിച്ചാൽ മതി. പക്ഷേ ഒഴിക്കണം, പാനയിൽ എണ്ണ ഒഴിക്കണം. എന്നാന്ന് വെച്ചാൽ കടുക് ഇടാനുണ്ട്, ചെറിയ ഉള്ളി ഇടാനുണ്ട്. ഇതെല്ലാം ആയി വരുമ്പോഴത്തേനും ഇച്ചിരി ആ എണ്ണ ഇല്ലെങ്കിൽ ഒക്കുകയല്ല. അപ്പോൾ ഇതെടുത്ത് ഒഴിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇനി എണ്ണ ചൂടായിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി കടുക് ഇടുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുക്, എന്നിട്ട് ഒരു 3-4 വറ്റൽമുളക്, അത്രയും മതി. വറ്റൽമുളക് ഇട്ടേച്ച് കറിവേപ്പില, കടുക് പൊട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു ഇച്ചിരി ആയി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അതും കൂടി ഇതിനകത്തിടുക. അന്നേച്ച് ഈ തേങ്ങാക്കൊത്തൊന്ന് ഇച്ചിരി മൂക്കുന്ന നേരം മതിയേ. തേങ്ങ നമ്മൾ ഇതിനകത്ത് മൂപ്പിച്ചിടുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതല്ല അതിനുള്ള നേരം ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇവിടെ ഒഴിവാക്കി വെച്ച് നമ്മൾ ആ ഇറച്ചി വേവിക്കുകയല്ലേ, വേവിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് മൂപ്പിക്കേണ്ട. അല്ലാതെ നമ്മൾ ആ അരപ്പെല്ലാം കൂടെ തിരുമ്മി വെക്കുന്ന നേരത്ത് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടേച്ച് അങ്ങ് വേവിച്ചെടുത്തേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ഇത് ഇറച്ചി കിടക്കുമ്പോൾ തന്നെ ഒന്ന് വേവും. അതിനുള്ളൊരു ഗുണം എന്നാണെന്നറിയാമോ, ആ മരപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ തേങ്ങാക്കൊത്തിനകത്ത് പിടിക്കും. അപ്പം ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മൊത്തം അരപ്പ് ആ തേങ്ങാക്കൊത്തിനകത്ത് വന്നില്ലെന്നിരിക്കും. ഇത് ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പോലെ പായസത്തിനൊക്കെ മൂപ്പിക്കുന്ന കൂട്ടൊന്നും മൂപ്പിച്ചേക്കരുത്. ഒരു ചെറിയൊരു മൂപ്പ് മതിയാവും. ഇനി എന്നേച്ച് ഇത് ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ആ വെള്ളം മാത്രം ഒഴിക്കുവാണേ. കാര്യം കുക്കറിലിട്ടത് കൊണ്ട് നല്ലോണം ഇറച്ചി വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം എക്സ്ട്രാ വരുവാന്നു എങ്കിൽ നമ്മൾ ശരിക്കും ആ വെള്ളം ആദ്യം ആ ചീനച്ചട്ടിയിൽ ഒഴിച്ചേച്ച് അത് കംപ്ലീറ്റ് വറ്റിച്ചേച്ച് വേണം ഇറച്ചി ഇടാൻ. അത് എന്നത്തിനാന്ന് വെച്ചാൽ ഇറച്ചി നല്ലോണം വെന്തുപോയ ഒരവസ്ഥയാണ് എങ്കിൽ. ഇത് പക്ഷേ നല്ലോണം വെന്തെന്ന് ഞാൻ ഒരിക്കലും പറയല, വെന്തു. പക്ഷേ നമ്മൾ ഇത്രയും വെള്ളം വറ്റിയേച്ച്
ഇറച്ചി ഒന്ന് മുരിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒന്ന് വേകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്നാ പറയുന്നത് ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ആ വരുന്ന വെള്ളം ഒന്ന് വറ്റിച്ചേച്ച് ഇറച്ചിയിട്ടൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ നല്ല വെള്ളയപ്പം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തി നല്ല കോമ്പിനേഷനാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇത്രയും ഇത് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാം. ഇത് വറ്റി നമ്മൾ ഇറച്ചി അങ്ങോട്ട് ഇട്ട് മൂത്ത് തുടങ്ങുകയല്ലേ, മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആ ചതച്ച കുരുമുളക് ഇതിനകത്തോട്ടിട്ട് നമ്മൾ വേവിക്കാൻ നേരം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മസാലയുടെ ഫ്ലേവർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതല്ല ഈ ഒരു മസാലയുടെ ഫ്ലേവർ പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാല ഇടാം. പെരിഞ്ചീരകം ഇടുമ്പോൾ തന്നെ ഒരു മസാലയുടെ ഇത് വരുവേ. പക്ഷെ പിന്നെ നമ്മൾ മസാല ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്നടിയതിനൊരു എന്തോ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്, എന്തോ പട്ടയോ ഗ്രാമോ എന്നാ പറയുക ഇഞ്ചിയോ എന്തോ മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗരം മസാല നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഇനിയിപ്പോൾ അഥവാ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ മുരിഞ്ഞ ആ തേങ്ങ ഇതിടത്തില്ലേ, കുരുമുളക് ഇടുകയല്ലേ, ആ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടേച്ച് ഒന്ന് മുരിച്ചെടുത്താൽ മതി. നമ്മൾ ഒഴിച്ച എണ്ണയും ചാറിൻ്റെ എണ്ണയും എല്ലാം കൂടെ ആയപ്പോൾ നല്ല എണ്ണയുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ആ ഫാറ്റ് ബീഫിനകത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബീഫ് ഇട്ടിട്ട് ഇനി ഇത് നല്ല അസലായിട്ട് ഒന്ന് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതല്ല അങ്ങനെ ബ്രൗൺ വേണ്ട, ഈ ഒരു ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് എരിവ് നോക്കിയതിന് ശേഷം എത്ര എരിവ് വേണോ അതനുസരിച്ച് കുരുമുളക് ഇടുക. കുരുമുളക് ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. ചതച്ച കുരുമുളകാണ് ഏറ്റവും നല്ല, പൊടി ഇടുന്നതിനെക്കാട്ടിലും രുചി അതാണ്. ആദ്യം നമ്മൾ വേവിക്കാനായിട്ട് മുന്നേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബീഫിനകത്ത്. ഇനി ഉപ്പ് ഇടരുത്, കാര്യം വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി ഒന്ന് നല്ല മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഉപ്പ് പാകമാണോ നോക്കിയേച്ച് മാത്രം ഇനി ചേർത്തേച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അതല്ല ഈ ഒരു ഗ്രേവി മതി എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് നോക്കിയേച്ച് ചേർക്കാം. ഇതിനകത്ത് 2 in 1 പ്രോസസ്സ്, അതായത് നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ബ്രൗൺ ആയിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും ചെയ്യാം. കറിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതൊറ്റ കാര്യം ആലോചിക്കുക, നമ്മൾ ഒഴിച്ച എണ്ണ നല്ല തെളിഞ്ഞു വരുമ്പോഴേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. ഇല്ലെങ്കിൽ ചേർത്തേക്കുന്ന ആ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചോവ ഇതിനകത്ത് കാണുവേ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. ഇനി ഇതിനകത്ത് വേറെ ഒരു പണിയില്ല. വിനാഗിരി വേണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചേച്ചാൽ മതി. പക്ഷേ സാധാരണഗതിയിൽ അത് വേണ്ട. പിന്നെ വിനാഗിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തക്കാളി ചേർക്കാം. ഇതും വേണ്ട, ഞാൻ ചേർക്കാൻ ഒരു ഓപ്ഷൻസ് പറയുന്നതേ ഉള്ളൂ, വേണമെങ്കിൽ മാത്രം. ഇതൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ പറഞ്ഞ പോലെ വേണ്ടിയതും വേണ്ടാത്തതും ചേർക്കേണ്ടതും ഒക്കെ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഞാൻ ഇതിലൂടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്, പക്ഷേ നേരം കിട്ടിയില്ല. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുഴച്ച മാവ് ഇരിപ്പുണ്ട് പത്തിരിക്ക്, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പത്തിരി ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു മാവ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തോരം ശരിയാവും എന്നുള്ളത് എനിക്കറിയാൻ മേല. പക്ഷേ നമ്മുടെ കറി ഈ ദൈവാനുഗ്രഹിച്ച് ദൈവമേ നന്നായിരിക്കട്ടെ എന്നാണ് നമ്മൾ ഏത് ചെയ്താലും പറയുന്നത്. അതേപോലെ ഒരു വിശ്വാസത്തിലാണ് ഞാനും ഇരിക്കുന്നത്. കുറേ നാളായി എനിക്ക് തോന്നുന്നു ബീഫിൻ്റെ നമ്മൾ ഡിഷസ് ചെയ്ത് ഒരുപാട് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയുടെ അതേ റെസിപ്പിയാണ് ഇതിനകത്ത് ഏറ്റക്കുറച്ചിലൊന്നും ഞാനായിട്ട് ചേർത്തിട്ടില്ല.